ഗ്രാഫിക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ അതൊരു മെത്തേഡ് ഓഫ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു ടൈപ്പോഗ്രഫി ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, ഇമേജസ് ഉണ്ട്, അതുപോലെ പല പല ഡിസൈനിങ് കോമ്പോണൻസ് ഉണ്ട്. അതൊരു വിഷ്വൽ കൺസെപ്റ്റ് ആണ്. അത് നമ്മളൊരു കസ്റ്റമറിന് സാറ്റിസ്ഫൈ ചെയ്യണം. ആ ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ കൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ക്ലയൻറ്റുമായിട്ട് മാത്രമല്ല, ഇത് കസ്റ്റമറിന് കൊടുക്കുന്ന സമയത്ത് കസ്റ്റമറിന് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റണം. അത് നമ്മൾ പല പല സാധ്യതകളും ഇൻഡസ്ട്രിയിലുണ്ട്. അഡ്വർടൈസിംഗ് ഉണ്ട്, ബ്രാൻഡിംഗ് ഉണ്ട്, വെബ് ഡിസൈനിങ് ഉണ്ട്. ഒരു ഗ്രാഫിക് ഡിസൈനർ മസ്റ്റായിട്ടും സെൻസ് ഓഫ് നല്ല രീതിയിലുള്ള ക്രിയേറ്റിവിറ്റിയും അതുപോലെ തന്നെ ക്രിട്ടിക്കലായിട്ടുള്ള പ്രോബ്ലം സോൾവിങ്ങും അതുപോലെ തന്നെ വിഷ്വലി അപ്പീലായിട്ടുള്ള ഡിസൈനും നമുക്ക് ചെയ്യാൻ സാധിക്കണം. അതുപോലെ തന്നെ പ്രോഗ്രാമേഴ്സ്, മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് അങ്ങനെയുള്ള എല്ലാ ഫീൽഡിലും നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയുമായിട്ട് വളരെ ഒരു ബന്ധമുണ്ട്. ഇത് നമ്മൾ ഒരു ദിവസം കൊണ്ട് നിൽക്കുന്നതല്ല. ഇത് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ള നമ്മളൊരു പഠനം കൊണ്ട് മാത്രമേ ഇത് നമുക്ക് സാധിക്കുകയുള്ളൂ. അതേപോലെ അതിൻ്റെ അകത്ത് ഡിസൈനിങ് തിയറി ഉണ്ട്, ടൈപ്പോഗ്രഫി ഉണ്ട്, അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ഉണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ ഗ്രാഫിക് ഡിസൈനറുടെ ഓപ്പർച്യൂണിറ്റി വളരെ വലുതാണ്. ഇനി വരുന്ന വർഷങ്ങളിലും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഇറയോടുള്ള താല്പര്യവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരിയർ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്നത്.